ഒരു ഉഹദ് മലയോളം ധർമ്മം ചെയ്താലും അത് അവരിൽ ഒരാൾ ഒരു പിടി ധർമ്മം ചെയ്തതിന് തുല്യമാവുകയില്ല, സമമാവുകയില്ല. ഇത്രയധികം ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്, ഇസ്ലാമിന്റെ പ്രചാരണത്തിന് ഭാഗവാക്കുകളായ ആളുകളാണ് അവർ എന്നുള്ളത് കൊണ്ട് അവർക്ക് ഉന്നതമായ സ്ഥാനം നൽകുകയാണ്. ഒന്നാമതായി അവരെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമുദായമാണ്, നിങ്ങൾ ഉത്തമ സമുദായമാണ്. നിങ്ങളെന്ന് പറയുമ്പോൾ ആദ്യമായി നബി സംബോധന ചെയ്യുന്നത് അവിടുത്തെ അനുചരന്മാരെ തന്നെയാണ്. പിന്നീട് അവരെ പിന്തുടർന്ന, അവരെ പിൻപറ്റിയ ലോകാവസാനം വരെ കടന്നു വരുന്ന ആളുകൾ, അവരും ഈ വിശേഷണത്തിന് അർഹരായി തീരും. ഒന്നാമത് വിശേഷിപ്പിക്കപ്പെടുന്നത് നബി വളർത്തിയെടുത്ത തലമുറ തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഖൈറു ഉമ്മത്തായി മാറുന്നത്? തഅമുറൂന ബിൽ മഅറൂഫ്, നല്ല കാര്യം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ നീചമായ കാര്യങ്ങളെ നിങ്ങൾ തടയുകയും വിരോധിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞു. ഈ തരത്തിൽ ഉത്കൃഷ്ട ഗുണം ഉൾക്കൊള്ളുക വഴിയാണ് ഉത്കൃഷ്ട സമുദായമായി അവർ മാറിയിട്ടുള്ളത്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാഅ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അപ്രകാരം തന്നെ അവൻ നിങ്ങളെ മധ്യമ സമുദായമായി, മധ്യമ സമൂഹമായി നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രൂപകൽപ്പന നൽകിയത് അങ്ങനെയാണ്. നിങ്ങൾ മധ്യമ സമുദായമാണ്. നിങ്ങൾ തീവ്രതയുടെയും ജീർണതയുടെയും മധ്യയാണ് നിലകൊള്ളുന്നത്. നിങ്ങൾ അന്ധവിശ്വാസത്തിന്റെയും മതനിരാസത്തിന്റെയും മധ്യയാണ് നിലകൊള്ളുന്നത്. ഇസ്ലാമിന്റെ സവിശേഷത അതാണ്. ഓരോ കാര്യങ്ങൾ എടുത്താലും, വിശ്വാസ കാര്യങ്ങൾ എടുത്താലും, ആരാധനാ കർമ്മങ്ങൾ എടുത്താലും, അനുഷ്ഠാന കർമ്മങ്ങൾ എടുത്താലും, ആചാരങ്ങൾ എടുത്താലും, ആഘോഷങ്ങൾ എടുത്താലും, സ്വഭാവ വ്യവഹാര മര്യാദകളൊക്കെ എടുത്താലും അതിലൊക്കെ തന്നെ കാണാവുന്ന കാര്യം ഈ മധ്യമ സ്വഭാവമാണ്. അതിര് കവിയുന്നത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഉലൂവ്, മതത്തിലുള്ള അതിര് കവിയൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. തന്റെ അനുചരന്മാരെ പ്രവാചകൻ അതിന് അനുവദിച്ചിട്ടില്ല. നേരെ മറിച്ച് ഈ മധ്യമ നിലപാടാണ്, ഈ മധ്യമ സ്വഭാവമാണ് ഈ മധ്യമ സമുദായത്തിനുണ്ടാവേണ്ടത്. അതാണ് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത. ഈ വസതിയ്യ അഥവാ മധ്യമ സ്വഭാവം അത് ഉൾക്കൊള്ളുന്ന ഒരു സമുദായമായി നിങ്ങളെ നാം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് ഇക്കാരണത്താലാണ്. എന്തിന്? മറ്റുള്ളവർക്ക് നിങ്ങൾ സാക്ഷികളാകുന്നതിന് വേണ്ടി. ഇവരെ കണ്ടുകൊണ്ടാണ് മറ്റുള്ളവർ ഇങ്ങോട്ട് വരേണ്ടത്. ഇവർ മറ്റുള്ളവർക്ക് സാക്ഷികളാകണം. പ്രവാചകൻ ഇവർക്ക് മാതൃകയാണ്, പ്രവാചകനാണ് ഇവർക്ക് സാക്ഷി എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ആ തത്വം, ആ വിശേഷണം ഒന്നാമതായി ബാധകമാവുന്നത് പ്രവാചകൻ വളർത്തിയെടുത്ത ഈ ആളുകൾക്കാണ്. ആ പ്രവാചകനെ വരെ വളർത്തിയെടുത്തതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വചനങ്ങൾ അത് ഓതിക്കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നതിൽ അവർക്കുണ്ടായിരുന്ന താല്പര്യം വിശേഷിപ്പിക്കപ്പെടുന്നത് കഅന്ന അലാ റൂസിഹിമുത് തയ്ർ, അവരുടെ തലയിൽ പക്ഷിയിരിക്കുന്നത് പോലെ. താൻ ഇരിക്കുന്നിടത്ത് തൻ്റെ തലയിൽ ഒരു പ്രാവ് വന്നിരുന്നാൽ അത് പാറിപ്പോവാതെ ആ പ്രാവിനെ തനിക്ക് പിടിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ എത്ര ശ്രദ്ധയോടെയാണ് ഇരിക്കുന്നത്, അതുപോലെയാണ് നബിയുടെ മുമ്പിൽ കാതു കൂർപ്പിച്ചുകൊണ്ടവർ ഇരിക്കാറുണ്ടായിരുന്നത്. നബിയിൽ നിന്ന് കേട്ട ഒരു വചനം അവർ സംശയമുണ്ടെങ്കിൽ നബിയോട് വന്ന് തെറ്റുണ്ടോ എന്ന് ചൊല്ലിക്കൊടുത്ത് തിരുത്തിക്കും. 10 ആയത്തുകൾ അവർ കേട്ടാൽ ആ കേട്ട 10 ആയത്തുകൾ അർത്ഥവും ആശയവും ഉപദേശവും മതവിധികളും അത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തിയാണ് അടുത്ത മറ്റു 10 ആയത്തുകളിലേക്ക് അവർ കടന്നു പോകുന്നത്.
ഈ സ്വഭാവമാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓതിക്കേട്ട വചനങ്ങൾ അവർ ഹൃദിസ്ഥമാക്കി വെച്ചു, മനഃപ്പാഠമാക്കി വെച്ച വചനങ്ങൾ രാത്രി കാലങ്ങളിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അവർ നമസ്കരിച്ചും കൊണ്ടിരുന്നു. ഈ നമസ്കാരം, അതിലോതിക്കൊണ്ടിരിക്കുന്ന വചനങ്ങൾ, അതിൻ്റെ ആശയം മനോമുകുരത്തിൽ ശക്തമായി സ്വാധീനിക്കുക വഴി അവർ തേങ്ങിക്കരയുകയും കണ്ണുനീരൊലിപ്പിക്കുകയും ചിലപ്പോൾ പൊട്ടിക്കരയുകയും ചെയ്യുന്നത് ലഹും അസീസുൻ കഅസീസിൽ മിർജൽ. വെള്ളം വെച്ച പാത്രം തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തിളച്ചു മറിയുന്ന ശബ്ദം പോലുള്ള ശബ്ദം അവരുടെ നെഞ്ചകത്ത് നിന്ന് പുറത്തേക്ക് വരാറുണ്ടെന്ന് അവരെ വിശേഷിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ പറ്റി അദ്ദേഹത്തിന്റെ എതിരാളികൾക്ക് പറയാനുള്ള ആക്ഷേപം, അബൂബക്കർ താങ്കൾ നല്ലവനാണ്, പക്ഷെ ഒരു കാര്യം, താങ്കൾ ഇവിടെ വീടുമുറ്റത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഞങ്ങളുടെ മക്കളും കുട്ടികളും ഭാര്യമാരും മറ്റുള്ളവരും അവിടെ വന്നു നിൽക്കുന്നു. നീ അത് ഓതുക മാത്രമല്ല, നീ അത് ഓതി കരയും. നിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അവരും കൂടെ കരയും. നീ ഓതുന്നത് കേട്ട് അവരുടെ മനസ്സിലും മാറ്റങ്ങൾ അങ്കുരിക്കുന്നു. അതുകൊണ്ട് നീ ഞങ്ങളെ കുഴപ്പത്തിലാക്കരുത്, നീ ഇവിടെ നിന്ന് മാറിപ്പോവണം എന്നായിരുന്നു അബൂബക്കർ സിദ്ദീഖിനോട് അവർ ആവശ്യപ്പെട്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ വഴിയിൽ വെച്ച് ഇബ്നു ദുഗ്ന കണ്ടുമുട്ടുന്നു. എവിടേക്കാണ് അബൂബക്കർ ഇങ്ങനെ പോകുന്നത്? അദ്ദേഹം കാര്യം പറഞ്ഞു. വല്ലാഹി, ദൈവമാണേ സത്യം, നിന്നെപ്പോലെ താങ്കളെപ്പോലുള്ള ഒരാൾ മിസ്ലുക ലാ യഖ്റുജ് വലാ യുഖ്റജ്, താങ്കളെപ്പോലുള്ള ഒരാൾ പുറത്ത് പോവാനും പാടില്ല, പുറത്താക്കപ്പെടാനും പാടില്ല. തിരിച്ചു വരൂ എൻ്റെ കൂടെ, താങ്കളുടെ സംരക്ഷണം ഞാൻ ഏറ്റു, ഞാൻ അഭയം നൽകാം, താങ്കൾ ഇവിടെ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. സൂചിപ്പിക്കുന്നത് ഈ ഖുർആൻ പാരായണം അവരുടെ മനസ്സിലുണ്ടാക്കുന്ന സ്വാധീനം അതുവഴി കേൾക്കുന്നവരുടെ മനസ്സിലും സ്വാധീനമുണ്ടാവുന്നു. ഇതുപോലെ തന്നെയാണ് ഒട്ടനവധി സംഭവങ്ങൾ ജനഹൃദയങ്ങളിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ ഖുർആനിക വചനങ്ങൾ. രാത്രികാലങ്ങളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന അവർ, നമസ്കാരത്തിൽ ഓതിക്കൊണ്ടിരിക്കുന്ന അവർ, ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവർ, അവരുടെ ജീവിതത്തിലുണ്ടായ പരിവർത്തനങ്ങൾ. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ ഇസ്ലാം സ്വീകരിക്കാൻ വന്ന നിവേദക സംഘങ്ങൾ ഏറെയായിരുന്നു. ഹിജറ 9-ാം വർഷം. ആ സന്ദർഭത്തിൽ വന്നൊരു സംഘം തിരിച്ചു പോകാനായി. ആരായിരിക്കണം അവരുടെ നേതാവ്? അവിടെ ഒരു ചർച്ച നടന്നു. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് ഒരാളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് മറ്റൊരാളുടെ പേര് പറഞ്ഞു. അഖ്റഅ ഇബ്നു ഹാബിസ് ആവണമോ ഖഅഖഅ ഇബ്നു അംർ ആവണമോ എന്നതായി തർക്കം. ആ സംസാരം അല്പം ശബ്ദമുയരുകയും ചെയ്തു. അവിടെ കൂടിയ ആളുകളും ആ ചർച്ചയിൽ പങ്കെടുത്തു. ഈ സന്ദർഭത്തിലാണ് യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം എന്ന ആയത്ത് ഇറങ്ങുന്നത്. വിശ്വാസികളെ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ മുൻകൂട്ടി നിങ്ങൾ യാതൊന്നും പറയുകയോ ചെയ്യുകയോ അരുത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, അവനെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഈ വചനം ആരെയാണ് അമീറാക്കേണ്ടത്? അള്ളാഹുവിന് തീരുമാനമുണ്ടെങ്കിൽ അവൻ അറിയിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ നേതാവ് റസൂലുള്ളയുണ്ട്, റസൂലുള്ള നിശ്ചയിച്ചു കൊള്ളും. നിങ്ങളെന്തേ അത് കാത്തു നിൽക്കാതെ അഭിപ്രായം പറഞ്ഞത്, മുമ്പിൽ ചാടി പറഞ്ഞത്? അത് ശരിയായില്ലെന്നാണ് ആക്ഷേപിച്ചത്. ഈ ഒരു കൽപ്പന അവരുടെ ജീവിതത്തിൽ വരുത്തിയ പരിവർത്തനം ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ള അറഫായിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗത്തിന്റെ സന്ദർഭത്തിൽ ചോദിക്കുന്നു, അയ്യു ഷഹ്റിൻ ഹാദാ, ഇത് ഏതു മാസമാ? ആർക്കാണ് ആ മാസം അറിഞ്ഞുകൂടാത്തത്? നബിക്കും അറിയും, കേൾക്കുന്ന സഹാബത്തിനും അറിയും. പിന്നെ ഇത് നബി ചോദിക്കുമ്പോൾ ഇതിന്റെ പേരെങ്ങാനും മാറ്റുകയാണോ? എങ്കിൽ മുൻകൂട്ടി നമ്മൾ പറഞ്ഞ് അബദ്ധമായി പോവരുത്. ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. അവരുടെ സംസാരത്തിന്റെ മര്യാദ അല്ലാഹുവിനറിയാം,
അള്ളാഹുവിന്റെ ദൂതനും അറിയാം. അലൈസ ബിദിൽഹിജ്ജ, ഇത് ദുൽഹിജ്ജ മാസമല്ലേ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അതേ അള്ളാഹുവിന്റെ ദൂതരെ, ഇത് ദുൽഹിജ്ജ മാസമാ എന്നവർ മറുപടി പറയുന്നു. അയ്യു ബലദിൻ ഹാദാ, ഇത് ഏത് പ്രദേശമാണ്? ആർക്കാണ് ആ പ്രദേശം ഏതാണെന്ന് അറിഞ്ഞുകൂടാത്തത്? ഖാലൂ അല്ലാഹു വറസൂലുഹു അഅലം. അവരുടെ മറുപടി അപ്രകാരമായി. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ മുൻകൂട്ടി പറയലാകുമോ? എങ്കിലത് ഖുർആനിന് വിരുദ്ധമാവില്ലേ? അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനറിയാം, അവന്റെ ദൂതനറിയാം എന്നവർ മറുപടി പറഞ്ഞത്. ഇത് ബലദുൻ ഹറാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേ പ്രവാചകരെ, അയ്യു യൗമിൻ ഹാദാ, ഇത് ഏത് ദിവസമാ? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അറഫാ ദിനമാണെന്ന്? പക്ഷേ അവരുടെ മറുപടി അല്ലാഹു വറസൂലുഹു അഅലം എന്നതായിരുന്നു മറുപടി. റസൂലുള്ളാഹി ചോദിച്ചു, അലൈസ ബിയൗമി അറഫ, ഇന്ന് അറഫാ ദിനമല്ലേ എന്നായിരുന്നു അവിടുത്തെ ചോദ്യം. അതേ എന്നവർ മറുപടി പറഞ്ഞു. ഈ ഒരു മര്യാദ, ഇതാണ് ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവം, ഇതാണ് ഖുർആൻ സൃഷ്ടിച്ച പരിവർത്തനം, ഇതാണ് ഖുർആൻ ഒരു സൊസൈറ്റിയെ ഉത്തമ സൊസൈറ്റിയാക്കി പരിവർത്തിപ്പിച്ചതിന്റെ ഉദാഹരണം. കേൾക്കുകയും ഒരു കാതിലൂടെ കേട്ട് മറ്റേ കാതിലൂടെ പുറത്തു വിടുകയല്ല, കേൾക്കുകയും മറക്കുകയുമല്ല, കേട്ടത് ജീവിതത്തിൽ സ്വാധീനം ചെലുത്താതിരിക്കുകയല്ല. അള്ളാഹുവിന്റെ വചനങ്ങളാണോ, പ്രവാചകന്റെ ചര്യയാണോ, അത് സ്വീകരിച്ചേ പറ്റൂ. അതിന് വിരുദ്ധമായി ചെയ്തുകൂടാ, പറഞ്ഞുകൂടാ. എൻ്റെ ജീവിതം അതിനനുസരിച്ച് പരിവർത്തിപ്പിക്കണം എന്ന തീരുമാനം അവർക്കുണ്ടായി. അവിടെ തൊഴിലാളി പ്രശ്നം, അവിടെ അഭിമാന പ്രശ്നം, അവിടെ പ്രതികാര വാഞ്ച, അവിടെ വിദ്വേഷം, പക, അസൂയ, ഇതൊന്നിനും ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ആദ്യമായി പ്രവാചകൻ പറഞ്ഞു, ഖുർആനിൽ നിന്നൊരു സൂക്തം ഓതി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട്, കള്ളിലും അതേപോലെ ചൂത് കളിയിലും ഫീഹിമാ ഇസ്മുൻ, അത് രണ്ടിലും ഇസ്മുണ്ട്, വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരങ്ങളുമുണ്ട്, വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, ഉപകാരത്തെക്കാൾ പാപമാണ് ഏറ്റവും കൂടുതലെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവരെ തെര്യപ്പെടുത്തിയപ്പോൾ, ബുദ്ധിയുള്ള ആളുകൾ മാനസികമായി ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിക്കുകയായി. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ അവതരിച്ചു, ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറ, ലഹരി ബാധിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തോട് അടുക്കരുത് എന്ന്. അതുകൊണ്ട് കള്ളു കുടിച്ച് ലഹരി ഉപയോഗിച്ച് നമസ്കാര സ്ഥലത്തേക്ക് വരുന്ന പതിവ് ഇല്ലാതായി. മൂന്നാമതായി ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ, വിരമിക്കാറായില്ലേ എന്ന ചോദ്യം ഈ ആയത്ത് അവതരിച്ചപ്പോൾ അതാ സഹാബികൾ വിളിച്ചു പറയുന്നു, അള്ളാഹുവും റസൂലും മദ്യം നിരോധിച്ചിരിക്കുന്നു, ചൂതാട്ടം നിരോധിച്ചിരിക്കുന്നു. ആ ശബ്ദം കേൾക്കുന്ന സഹാബി വലിയ അബ്കാരി കോൺട്രാക്ടറുടെ നിലവാരത്തിലുള്ള വലിയ മദ്യഷാപ്പിന്റെ ഉടമകൾ, എന്താണ് ഒരു ശബ്ദം? റസൂലുള്ളാഹിയുടെ ദൂതനാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? മറ്റൊന്നുമല്ല, അല്ലാഹുവും റസൂലും മദ്യം നിരോധിച്ചിരിക്കുന്നുവെന്നാ വിളിച്ചു പറയുന്നത്. ആ കോടാലി എടുത്തുകൊണ്ട് മദ്യം നിറച്ചു വെച്ച ബീപ്പകൾ വെട്ടി തകർക്കൂ, ഒഴുകി പോവട്ടെ. അത് തൊഴിലാളി പ്രശ്നത്തെപ്പറ്റി ചിന്തിച്ചില്ല, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിച്ചില്ല, സംഭരിച്ചു വെച്ചതെങ്കിലും വിറ്റു തീർക്കട്ടെ എന്ന് ആലോചിച്ചില്ല. അല്ലാഹുവാണോ പറഞ്ഞത്? പ്രവാചകനാണോ പറഞ്ഞത്? സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. ഇതായിരുന്നു ആ സമൂഹത്തിന്റെ പ്രത്യേകത. അവരാണ് ഈ സലഫികൾ, നമ്മുടെ മുൻഗാമികൾ, ഉത്തമരായ ആളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ. ഇങ്ങനെ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ കയ്യും കണക്കുമില്ലാത്തതാണ്. ഓരോ രംഗങ്ങളിലും എന്ത് നബി പറഞ്ഞുവോ അപ്പോൾ അവരത് സ്വീകരിക്കുന്നു, അതവർ ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ പരിവർത്തിപ്പിച്ചെടുത്ത ഒരു ഉത്തമ സമൂഹം.
ആ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം ഒരു ചുമതല കൂടി ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. എന്തായിരുന്നു ആ ചുമതല? അവിടുന്ന് പറഞ്ഞു, ഇതാ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഈ ദൗത്യം, അള്ളാഹുവിന്റെ ദീൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ മരിച്ചു പോകുന്നത്. അള്ളാഹു എനിക്ക് നൽകിയ മതപരമായ സന്ദേശം മുഴുവനും നിങ്ങൾക്ക് ഞാൻ കൈമാറിയിട്ടുണ്ട്. അലാ ഹൽ ബല്ലഗ്തു, ഇത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലേ? ബലാ യാ റസൂലല്ലാഹ്, അതേ അള്ളാഹുവിന്റെ ദൂതരെ, അങ്ങത് നിർവഹിച്ചിട്ടുണ്ട് എന്നവർ പറഞ്ഞു, സമ്മതിച്ചു. അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അള്ളാഹുവേ ഇവര് നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിച്ചു എന്നതിന് സാക്ഷികളാണ്, നീ കൂടി സാക്ഷിയാവണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെ വന്നവർ, ഇവിടെ ഹാജറുള്ളവർ, എന്നിൽ നിന്ന് ഇത് കേട്ട് ഗ്രഹിച്ചവർ, വരാത്തവർക്ക്, വരും തലമുറക്ക്, ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് അവരെ ഈ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് പ്രവാചകൻ വിട പറഞ്ഞു പോയിട്ടുള്ളത്. നമ്മുടെയും പ്രവാചകന്റെയും ഇടയിലുള്ള പാലമാണ് സഹാബത്ത്. അവരാണ് ആ സച്ചരിതരായ മുൻഗാമികൾ, അവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ. അതാണ് അവർക്ക് ഈ സമൂഹത്തിലുള്ള സ്ഥാനം. അതുകൊണ്ടാണ് പ്രവാചകൻ അവരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അതുകൊണ്ടാണ് അവരെ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ വിശേഷിപ്പിച്ചത്. അവന്റെ പ്രീതിക്ക് പാത്രീഭൂതരായ ആളുകൾ എന്ന് പറഞ്ഞത്, അവന്റെ പ്രീതി കരഗതമാക്കിയിട്ടുള്ള നേടിയെടുത്ത ആളുകൾ എന്നവരെ വിശേഷിപ്പിച്ചത് ഈ കാരണത്താലാണ്. അവരെ പിൻപറ്റിയ ആളുകളും അവരെ പോലെ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയാനുണ്ടായ കാരണം ഇതു തന്നെയാണ്, മറ്റൊന്നല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ എക്കാലത്തും പരിശ്രമിച്ചത് ഈ പാലം മുറിച്ചു കളയാനാണ്. ഈ പാലം മുറിച്ചു കളഞ്ഞാൽ നമ്മുടെയും പ്രവാചകന്റെയും ഇടയിൽ കണ്ണി മുറിഞ്ഞുപോയി, പാലം വേർപെട്ടുപോയി, അങ്ങോട്ടടുക്കുവാൻ വഴിയില്ല. ഈ ഒരു സമുദായത്തിന്റെ മാത്രം സവിശേഷതയാണ് അൽ ഇസ്നാദ് മിനദ്ദീൻ, പരമ്പര അഥവാ വിശ്വാസയോഗ്യമായ ആളുകൾ നബിയിൽ നിന്ന് കേട്ട് നമ്മിലേക്ക് മതം എത്തിച്ചു തരിക എന്ന മുറിഞ്ഞുപോവാത്ത കണ്ണി, അറ്റുപോവാത്ത പരമ്പര, വിശ്വാസയോഗ്യമായ യോഗ്യരായ ആളുകൾ പരസ്പരം കണ്ണു ചേർന്നുകൊണ്ട് മതം തലമുറകളിലേക്ക് കൈമാറുക എന്നുള്ളത് ജൂത സമുദായത്തിനില്ല, ക്രൈസ്തവ സമുദായത്തിനില്ല, മറ്റൊരു മതവിഭാഗങ്ങൾക്കുമില്ല. നേരെ മറിച്ച് ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. റസൂലുള്ള പറഞ്ഞത് നേരിട്ട് കേട്ടവർ, റസൂലുള്ള ചെയ്തത് നേരിട്ട് കണ്ടവർ, ആ കേൾക്കുകയും കാണുകയും ചെയ്തത് നേർക്ക് നേരെ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. അവരിൽ നിന്ന് കേട്ടവർ തൊട്ടടുത്ത തലമുറക്ക് നേർക്ക് നേരെ പറഞ്ഞു കൊടുക്കുന്നു, കാണിച്ചു കൊടുക്കുന്നു. അവർ അടുത്ത തലമുറക്ക് പറഞ്ഞും കാണിച്ചും കൊടുക്കുന്നു. ഇങ്ങനെയാണ് തലമുറകളിലൂടെ മതം കലർപ്പില്ലാതെ, കണ്ണി മുറിഞ്ഞു പോവാതെ, സംശുദ്ധമായ വിധത്തിൽ അള്ളാഹു മതത്തെ സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തി തന്നിട്ടുള്ളത്. ഈ കണ്ണികളിലെ ഒന്നാമത്തെ കണ്ണിയാണ് ഈ ഉത്കൃഷ്ടരായ ആളുകൾ. അതുകൊണ്ട് തന്നെ അവരെ ശകാരിക്കാനും, അവരെ കുത്തിപ്പറയാനും, അവരെ വിമർശിക്കാനും, അവരെ അവഹേളിക്കാനും, അവരെ മോശമായി ചിത്രീകരിക്കാനും പരിശ്രമിക്കുക എന്നുള്ളത് മതത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ നിഗൂഢമായ ആസൂത്രിതമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. വമൻ യുശാഖിഖിർ റസൂല, റസൂലിനെ ആരെങ്കിലും ധിക്കരിക്കുകയാണെങ്കിൽ, റസൂലുള്ള കാണിച്ചു തന്ന കാര്യങ്ങൾ സ്വീകരിക്കാതെ, റസൂലുള്ള പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ എതിർക്കുകയും ധിക്കരിക്കുകയും ചെയ്യുകയാണെങ്കിൽ,
ومن يشاقق الرسول من بعد ما تبين له الهدى. ഇതാണ് നേർമാർഗം, നബി പഠിപ്പിച്ചു തന്ന മാർഗം എന്ന് ബോധ്യപ്പെട്ടിട്ട് പ്രവാചകന്റെ ഒരു ചര്യ തനിക്ക് ലഭിച്ചിട്ട് ആ ചര്യ, ആ നേർവഴി അത് പിൻപറ്റാതെ അതിനെ എതിർക്കുകയാണെങ്കിൽ മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്യുകയാണെങ്കിൽ, ഏതാണ് ഈ മുഅ്മിനീങ്ങളുടെ മാർഗം? നബിയിൽ നിന്ന് നേരിട്ട് കണ്ട് കേട്ട് പഠിച്ച ആളുകൾ, സഹാബത്ത് സ്വീകരിച്ചാചരിച്ച മാർഗമാണത്. അവരിൽ നിന്ന് മറ്റുള്ളവർ സ്വീകരിച്ചാചരിച്ച മാർഗമാണത്. ആ നബി ചെയ്തതും സഹാബത്ത് കണ്ട് കേട്ട് മനസ്സിലാക്കി സ്വീകരിച്ചാചരിച്ചതും അവരിൽ നിന്ന് താബിഈങ്ങളും അവരിൽ നിന്ന് തബഉ താബിഈങ്ങളും അവരിൽ നിന്ന് അടുത്ത തലമുറയും, ഇങ്ങനെ തലമുറകളിലൂടെ നബിയുടെ ചര്യ കേട്ടു മനസ്സിലാക്കി സ്വീകരിച്ചാചരിച്ചു പോന്നത് അംഗീകരിക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ, മറ്റാളുകൾ എഴുതി വെച്ചത്, വേറെ ഏതെങ്കിലും കിതാബുകൾ, വേറെ വല്ല പണ്ഡിതന്മാരുടെയും അഭിപ്രായങ്ങൾ, അവരുടെ വീക്ഷണങ്ങൾ, ചിന്താഗതികൾ, ഇതൊക്കെയാണ് ആരെങ്കിലും പിൻപറ്റുന്നതെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞ ഭാഗത്തേക്ക് നാം അവനെ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, അവസാനം അവനെ ജഹന്നമിൽ, നരകത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതെത്ര ചീത്ത എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ഈ മുഅ്മിനീങ്ങളുടെ മാർഗം എന്ന് പറയുന്നത് നബിയിൽ നിന്ന്, നബി പഠിപ്പിച്ച കാര്യങ്ങൾ സഹാബത്ത് കേട്ട് മനസ്സിലാക്കി സ്വീകരിച്ച് ആചരിച്ചു പോകുന്ന ആ കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. ഞാനിവിടെ പറഞ്ഞു വന്നത്, ആരാണ് നമ്മുടെ മുൻഗാമികൾ? സച്ചരിതരായ മുൻഗാമികൾ, സലഫുസ് സാലിഹുകൾ. സലഫുകൾ എന്നല്ല, അസ്സലഫുസ് സാലിഹ്, സാലിഹീങ്ങളായ സദ്വൃത്തരായ ആ സജ്ജനങ്ങളാണ്, വെറും മുൻഗാമികളല്ല, സജ്ജനങ്ങളായ മുൻഗാമികൾ. അവർ ആര് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ആ മഹാന്മാരായ ആളുകൾക്കാണ് റസൂലുള്ള ദീൻ ആദ്യം പഠിപ്പിച്ചു കൊടുത്തത്. അവരെയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളർത്തിയെടുത്തത്. അവർക്കൊരു കാര്യം കൂടി പ്രവാചകൻ താക്കീത് നൽകി. ഫമൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. എൻ്റെ കാലശേഷം ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതായി കാണാം. എൻ്റെ സമുദായത്തിൽ പിൽക്കാലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. വിശ്വാസത്തിൻ്റെ പേരിലുണ്ടാവും, കർമാനുഷ്ഠാനങ്ങളുടെ പേരിലുണ്ടാവും, ആചാരാഘോഷങ്ങളുടെ പേരിലുണ്ടാവും, മറ്റു പല കാരണങ്ങളാലുണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവാചക ചര്യനുസരിച്ച് നേതൃത്വം നൽകുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെ നിർദ്ദേശങ്ങൾ, അവരുടെ ചര്യ, അത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം, മുറുകെ പിടിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. ജൂത സമുദായം 71 ക്രൈസ്തവർ 72 ഭിന്നിച്ചെങ്കിൽ എൻ്റെ സമുദായം 73 കക്ഷികളായി ഭിന്നിക്കും എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അതിലൊരു വിഭാഗം മാത്രമാണ് സത്യത്തിന്റെ കക്ഷി എന്നാണ് എടുത്തു പറഞ്ഞത്. ആരാണവരെന്നറിയുമോ? ഹുമുല്ലദീന യകൂനൂന അലാ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഇന്ന് ഞാനും എൻ്റെ അനുചരന്മാരും യാതൊരു വിശ്വാസ, ആരാധന, അനുഷ്ഠാന, ആചാരാഘോഷാദി കാര്യങ്ങളിൽ നിലക്കൊള്ളുന്നുവോ അതിൽ നിലക്കൊള്ളുന്നവരാണ്. ഇന്ന് ഞാനും എൻ്റെ അനുചരന്മാരും യാതൊന്നിൽ നിലക്കൊള്ളുന്നുവോ അതിൽ നിലക്കൊള്ളുന്നവർ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഇവിടെ അൽ യൗമ, ഇന്ന് എന്ന് പറഞ്ഞത് അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ അർത്ഥം പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലമെന്നാണ്. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് മതം അവതരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകന്റെ കാലത്തോടുകൂടി മതം പൂർണ്ണമായി. പിന്നെ അതിലേക്കൊന്നും ചേർക്കാൻ ഒരു സഹാബിക്കോ, ഒരു താബിഈക്കോ, ഒരു ഇമാമിനോ, ഒരു മുജദ്ദിദിനോ, ഒരു ആലിമിനോ, ഒരു ശൈഖിനോ അല്ലാത്തവർക്കോ യാതൊരു അധികാരവും ഇല്ല. അതുകൊണ്ട് നബിയുടെ കാലത്ത്
നബിയും സഹാബത്തും മനസ്സിലാക്കി സ്വീകരിച്ചാചരിച്ചതാണോ അതാണ് നമുക്ക് സ്വീകരിക്കുവാനുള്ളത്. അത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, നടപ്പാക്കേണ്ടത്? നബിയോടൊപ്പം ജീവിച്ച സഹാബത്ത് അവരാണത് കണ്ടതും കേട്ടതും. അവർ മനസ്സിലാക്കിയ പോലെ നബിയുടെ കാലത്ത് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ നാം സ്വീകരിക്കണം എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുചരന്മാരുടെ പ്രസക്തിയും പ്രാധാന്യവും നമുക്ക് വിവരിച്ചു തരികയും എന്നിട്ട് ദീൻ അത് നമുക്ക് ഒരു ഉദാഹരണമായി നമസ്കാരം, ആ നമസ്കരിക്കണമെന്ന കൽപ്പന ഖുർആനിലുണ്ട്. ആ നമസ്കാരത്തിനൊരു രൂപമുണ്ടെന്നും ഖുർആനിലുണ്ട്. നമസ്കാരത്തിന്റെ രൂപം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നമസ്കാരത്തിന്റെ രൂപം തിരുസുന്നത്തിലാണുള്ളത്. റസൂലുള്ള നമസ്കരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്ന്. നബി എങ്ങനെയാ നമസ്കാരത്തിന്റെ രൂപം പഠിച്ചത്? മലക്ക് ജിബ്രീൽ നബിയുടെ അടുക്കൽ വന്നു, എന്നിട്ട് നമസ്കാരത്തിന്റെ രൂപം ചെയ്തു കാണിച്ചു കൊടുത്തു. നബി അത് നോക്കി കണ്ടു, പിൻപറ്റി, അത് പകർത്തിയെടുത്തു. ഈ രൂപം തൻ്റെ അനുചരന്മാർക്കും പകർന്നു കൊടുത്തു. ആ രൂപത്തിൽ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. നബി എവിടെ കൈകെട്ടി അവിടെ കൈകെട്ടണം. നബി എങ്ങനെ റുക്കൂഅ് ചെയ്തു അങ്ങനെ റുക്കൂഅ് ചെയ്യണം. നബി എങ്ങനെ സുജൂദ് ചെയ്തു അങ്ങനെ സുജൂദ് ചെയ്യണം. നബി ഖുനൂത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ഓതണം, ഓതിയിട്ടില്ലെങ്കിൽ ഓതണ്ട. നിസ്കാരാനന്തരം കൂട്ടപ്രാർത്ഥന നടത്തിയെങ്കിൽ വേണം, ഇല്ലെങ്കിൽ വേണ്ട. നബിയുടെ റുക്കൂഅ് ഏത് വിധമാണ് അത് കണ്ട സഹാബത്ത് എങ്ങനെയാണ് കുനിഞ്ഞു നിന്നത്, എത്രയാണ് കുനിഞ്ഞു നിന്നത്, അങ്ങനെ തന്നെ കുനിഞ്ഞു നിൽക്കണം, അത്ര തന്നെ കുനിഞ്ഞു നിൽക്കണം. ഇങ്ങനെ ഈ വക കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നത്, നബിയിൽ നിന്ന് കണ്ടതും കേട്ടതും നമുക്ക് എത്തിച്ചു തരുന്നത് ഈ സഹാബത്താണ്. പക്ഷേ സഹാബത്തിന്റെ കാലത്ത് പുതിയ വല്ല ആചാരങ്ങളും ആരെങ്കിലും കൊണ്ടുവന്നാൽ നമുക്കത് സ്വീകരിക്കാമോ? അത് നമുക്ക് സ്വീകരിക്കുവാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ റസൂല് വ്യക്തമായി പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഇന്ന് അഥവാ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനും എൻ്റെ അനുചരന്മാരും ഏതൊന്നിലാണോ നിലകൊള്ളുന്നത് അതിൽ നിലകൊള്ളുന്നവരാണ് ആ സത്യത്തിൻ്റെ കക്ഷി എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ മാർഗം പിന്തുടരുന്ന ഒരു കക്ഷി ലോകാവസാനം വരെ കണ്ണിമുറിയാതെ നിലനിൽക്കുക തന്നെ ചെയ്യും. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്, എൻ്റെ സമുദായത്തിൽ നിന്നുള്ള ഒരു സംഘം ഖിയാമത്ത് നാൾ വരെ ഈ സത്യവുമായി സത്യത്തിന് വേണ്ടി നിലകൊള്ളുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ പറഞ്ഞത്. ആ ഒരു മഹത്തായ മാതൃക പിൻപറ്റി ഇവിടെ കണ്ണിമുറിയാതെ നിലനിൽക്കുന്ന ഒരു സംഘം ലോകാവസാനം വരെ പ്രവർത്തിക്കുമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ള പഠിപ്പിച്ചു തന്നതും അതേപോലെ തന്നെ സച്ചരിതരായ മുൻഗാമികൾ സ്വീകരിച്ചു വന്നതുമായ മാർഗമേതാണ് എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗമാണുള്ളത്. ആ മാർഗമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ മാർഗത്തിൽ നമ്മെ വഴി നടത്താനാണ് നാം പ്രാർത്ഥിക്കുന്നത്. ദിനം പ്രതി 5 നേര നമസ്കാരങ്ങളിൽ നിർബന്ധമായി പ്രാർത്ഥിക്കുന്നത്. 17 റക്അത്തിലും ഫാത്തിഹ ഓതുമ്പോഴുള്ള പ്രാർത്ഥനയുടെ പൊരുൾ അതാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ ഞങ്ങളെ നീ വഴി ചേർക്കണമേ എന്ന് അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന മാർഗമുണ്ടല്ലോ. ഏതാണ് ആ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നിന്റെ അനുഗ്രഹം സിദ്ധിച്ചവരുടെ മാർഗമാണത്. ഏതാണ് അനുഗ്രഹം സിദ്ധിച്ചവരുടെ മാർഗം? ആരാണ് അനുഗ്രഹം സിദ്ധിച്ചവർ? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സിദ്ദീഖീങ്ങൾ, സദ്വൃത്തരായ ആളുകൾ, സജ്ജനങ്ങൾ, രക്തസാക്ഷികൾ, അമ്പിയാക്കൾ, ഇവർ ജീവിച്ച പാതയാണത്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിനിരയായ ആളുകളുടെ പാതയല്ല. ആരാണ് നിന്റെ കോപത്തിനിരയായ ആളുകൾ? അലം തറ ഇലല്ലദീന എന്ന് പറഞ്ഞുകൊണ്ട് ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു കോപിച്ചിരിക്കുന്ന ആളുകളെ നിനക്ക് കണ്ടുകൂടെ? ആരാണവർ? ജൂതന്മാരെ പറ്റിയാണ് പറയുന്നത്. ആ ജൂതന്മാരുടെ മാർഗമല്ല, വലല്ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗവുമല്ല. ആരാണ് ആ വഴിപിഴച്ച ആളുകൾ?
അല്ലദീന വല്ലു എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ ക്രൈസ്തവരായ ആളുകളാണ്. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ അവരുടെ വക കൂട്ടിച്ചേർത്തുകൊണ്ട് വഴിപിഴച്ചുപോയി. അത് ക്രൈസ്തവർക്ക് സംഭവിച്ചു. പ്രവാചകൻ പഠിപ്പിച്ചത് ചെയ്യാതെ അതിനെ നിഷേധിച്ചുകൊണ്ട്, ഉള്ളത് വെട്ടിച്ചുരുക്കിക്കൊണ്ട്, ഉള്ളത് നിഷേധിച്ചുകൊണ്ട്, സുന്നത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട്, പ്രവാചകന്റെ മാതൃകയെ ഉപേക്ഷിച്ചുകൊണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നടപ്പാക്കേണ്ടത് നടപ്പാക്കാത്ത ജൂതന്മാരുടെ മാർഗമല്ല. മതത്തിലില്ലാത്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മുടെ വക അതിലേക്ക് കടത്തിക്കൂട്ടി മതമായി ആചരിക്കുക എന്നത് ക്രൈസ്തവരുടെ സമ്പ്രദായമാണ്. ആ സമ്പ്രദായവുമല്ല. നേരെ മറിച്ച് അമ്പിയാക്കൾ അവർക്ക് അവതരിച്ചു കിട്ടിയ ആ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു. അവരെ പിൻപറ്റിയിട്ടുള്ള സദ്വൃത്തരായ ആളുകള്, അതേപോലെ തന്നെ സജ്ജനങ്ങള്, ദീനിനു വേണ്ടി ത്യാഗം ചെയ്ത് ജീവാർപ്പണം നടത്തിയ രക്തസാക്ഷികള്, ഇവരൊക്കെ ചരിച്ചിട്ടുള്ള പാത, അതാണ് നേരായ മാർഗം. അതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ദിനം പ്രതി ചുരുങ്ങിയത് 17 തവണ നമസ്കരിക്കുമ്പോൾ, ഫാത്തിഹ ഓതുമ്പോൾ അല്ലാഹുവിനോട് നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് വ അന്ന ഹാദാ സിറാത്തീ മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇതാണ് എൻ്റെ മാർഗം, ചൊവ്വായ മാർഗം, നേരായ മാർഗം, ഋജുവായ മാർഗം. ആ മാർഗം നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുല, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ഈ ആയത്ത് ഓതുമ്പോൾ മസ്ജിദുൻ നബവിയിലിരിക്കുന്ന നബി തൻ്റെ മുമ്പിലുള്ള മണലിൽ വിരൽ കൊണ്ടൊരു നേർരേഖ വരച്ചു. തൻ്റെ വിരൽ കൊണ്ട് വരച്ച നേർരേഖയിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും വേറെയും വരകൾ വരച്ചു. എന്നിട്ട് നബി ഓതി വ അന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് എൻ്റെ മാർഗം, നേരായ മാർഗം. നേർരേഖയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു വലാ തത്തബിഉസ് സുബുല, ഇടത്തോട്ടും വലത്തോട്ടും വരച്ച വരകളിലേക്ക് ചൂണ്ടി പറഞ്ഞു, മറ്റു വഴികൾ നിങ്ങൾ തേടിപ്പോവരുത്, മറ്റ് മാർഗങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, മറ്റു വഴിയിൽ പ്രവേശിച്ചാൽ ഈ മാർഗത്തിൽ നിന്ന് ഭിന്നിച്ച് വേറെ മാർഗത്തിലായി. അതാണ് നിങ്ങളോടുള്ള ശക്തമായ കൽപ്പന, നിങ്ങളോടുള്ള വസിയ്യത്ത് അതാണെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നു.